കുവൈറ്റ് തീപിടുത്തത്തിൻ്റെ ഞെട്ടലിലാണ് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി ഷിനു. മെയ് 20-ാം തീയതിയാണ് ഷിനു നാട്ടിൽ അവധിക്ക് വന്നത്. ഒപ്പം ജോലി ചെയ്ത എത്ര പേർക്ക് അപകടം സംഭവിച്ചെന്ന് പോലും അറിയാനാകാത്ത അവസ്ഥയിലാണ് ഷിനു ഇപ്പോൾ. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പത്തനംതിട്ടയിൽ നിന്ന്. കുവൈത്ത് തീപിടുത്ത ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് മലയാളികളും. ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന അവിടെ തന്നെ താമസിച്ചിരുന്ന ഷിനു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷിനു, എന്നാണ് ലീവിന് വന്നത്? ഞാൻ മെയ് 20-ാം തീയതി എത്തിയതാണ്, ലീവിന് എത്തിയതാണ്. എന്താണ് ഈ പറയുന്ന അവിടത്തിന് ശേഷം നമ്മൾ വിളിച്ചിരുന്നു അവിടേക്കൊക്കെ? നമ്മൾ മാക്സിമം ഇപ്പോൾ അവിടെ ഉള്ളവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഈ അപകടം നടന്ന സ്ഥലത്തെ ആൾക്കാരായിട്ടൊന്നും സംസാരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, വേറെ ബിൽഡിങ്ങിലും വേറെ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോടെല്ലാം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഷിനു? അല്ലല്ല, ഞാൻ വേറെ ബിൽഡിങ്ങിലാണ് താമസിച്ചുകൊണ്ട്. അതെ അതെ അതെ. ഈ എന്താണ് അപകട കാരണം എന്ന് അവരടുത്ത് ചോദിക്കുമ്പോൾ അവരെന്താണ് പ്രാഥമികമായിട്ട് നമ്മോട് പറയുന്നത്? അതിനെപ്പറ്റി ഒന്നും പറയാറായിട്ടില്ല, ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റാത്തത്. അതെ അതെ അതെ. എത്ര പേരായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിൽ താമസം എന്നുള്ളതിനെ കുറിച്ച്? അതിനെപ്പറ്റി നമുക്കൊരു വ്യക്തമായ ധാരണ കിട്ടില്ല. അതെ അതെ. കാര്യം ഓരോരുത്തർ വെക്കേഷന് പോകുന്നവരുണ്ടാകും, പിന്നെ വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് പോകുന്നവരുണ്ടാകും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് എത്ര പേര് ആക്ച്വലി അതിനകത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. ഈ ഒരു 7 നിലകളിലായിട്ട് ഒരു 100-200ഓളം പേര് എന്തായാലും താമസത്തിൽ ഉണ്ടാവില്ല. അത്രയും പേരുണ്ടാകാൻ വഴിയില്ല. ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഈ ആളുകൾ കൂടുതലായി പത്തനംതിട്ടക്കാർ ഉള്ള ഒരു സ്ഥലം തന്നെയാണോ അത് പത്തനംതിട്ടക്കാർ തന്നെയാണ്. പിന്നെ കൂടുതലും മലയാളികളുള്ള ഒരു കമ്പനിയാണത്. അതെ അതെ അതെ. ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളത്. കാര്യം കൂടെ ജോലി ചെയ്ത ഒരു ഉറ്റ സുഹൃത്തുക്കളായ ആൾക്കാരാണ് ഇപ്പോൾ ഈ വേർപാട് നടന്നിട്ടുള്ളത്. അതുപോലെ കാസർഗോഡുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഞെട്ടലിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെല്ലാവരും. എന്തായാലും ഈ പറയുന്നത് പോലെ ഇനി തിരിച്ചു പോകാനാണ്? ഇപ്പം ജൂലൈ ലാസ്റ്റിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി ബാക്കിയെല്ലാം ഒന്നുകൂടെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജൂലൈ ലാസ്റ്റിലേക്ക് ഇനി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കമ്പനിയിലെ ആളുകളായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടിരുന്നു? അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം. തീർച്ചയായും അതാണ് ഷിനുവിന് പറയാനുള്ളത്. ഷിനു മടങ്ങി പോകാനിരിക്കുകയായിരുന്നു. അതിന് തൊട്ടടുത്ത് ഷിനു താമസിക്കുന്ന തൊട്ടടുത്ത മേഖലയിൽ തന്നെയാണ് ഈ തീപിടുത്തം നടന്നതെന്നാണ് പറയുന്നത്. സഞ്ജയ് കുമാറിനൊപ്പം ശ്രീകുമാർ, 24 പത്തനംതിട്ട.